ബിജെപിക്കെതിരെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനവുമായി പ്രതിപക്ഷ പാർട്ടികൾ. കോൺഗ്രസും ആർജെഡിയും ജെഡിയുവും കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, നിതീഷ് കുമാർ, തേജസ്വി യാദവ് എന്നിവർ സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തി. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ദേവിക ചേരുന്നു. ദേവിക, പ്രതിപക്ഷ ഐക്യത്തിലൂടെ ബിജെപി സർക്കാരിനെ താഴെയിറക്കാനുള്ള ഒരു ശ്രമം അത് തന്നെയാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? ഭദ്ര, ചരിത്രപരമായ ഒരു തീരുമാനവുമായാണ് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒറ്റക്കെട്ടായി BJPയെ വരുന്ന തിരഞ്ഞെടുപ്പിൽ തങ്ങൾ നേരിടുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്നാണ് പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്. മാത്രവുമല്ല, ഇതിനെല്ലാം ഒരു അമരക്കാരൻ അല്ലെങ്കിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഏകോപിപ്പിച്ച് BJPക്കെതിരെ രംഗത്തിറങ്ങും എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയ നേതാവാണ് നിതീഷ് കുമാർ, ജനതാദൾ നേതാവായ നിതീഷ് കുമാർ. അദ്ദേഹം തന്നെയാണ് പ്രതിപക്ഷ നേതാക്കളെ എല്ലാം കാണുകയും അതോടൊപ്പം അവരോട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒടുവിൽ അവർ കൂട്ടായി ഒരു തീരുമാനമെടുക്കുകയും ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ BJPക്ക് ഒരു തിരിച്ചടിയാകുമെന്ന് തന്നെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഏകോപിപ്പിച്ച് അല്ലെങ്കിൽ അവർ ഒറ്റക്കെട്ടായി BJP നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ചെറുതല്ല. കാരണം ജനതാദൾ നേതാവ് നിതീഷ് കുമാർ ആദ്യം തന്നെ ലാലു പ്രസാദ് യാദവിനെയും ശേഷം തേജസ്വി യാദവിനെയും എല്ലാം സന്ദർശിച്ചു. ഒടുവിലാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി എല്ലാം അദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ നേതാക്കളെല്ലാം ചേർന്ന് കൂട്ടായി തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. ഇതിനു മുന്നേ തന്നെ പ്രതിപക്ഷ കൂട്ടായ്മ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഏകോപിപ്പിച്ച് BJPക്കെതിരെ തിരിയണമെന്ന് നിതീഷ് കുമാർ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. കാരണം 2024 ഇലക്ഷനിൽ BJPക്കെതിരെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അണിനിരക്കണം, ഒറ്റക്കെട്ടായി BJPയെ തകർക്കണം, അല്ലെങ്കിൽ BJP ഭരണത്തെ തച്ചുടയ്ക്കണമെന്ന് നിതീഷ് കുമാർ ഇതിനു മുൻപും അദ്ദേഹം അഭിസംബോധന ചെയ്ത റാലികളിലെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് സാക്ഷാത്കരിക്കാനായി അദ്ദേഹം പ്രതിപക്ഷ നേതാക്കളെ എല്ലാം കാണുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ അദ്ദേഹം ഡൽഹിയിലെത്തുകയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഡി രാജയെയും സീതാറാം യെച്ചൂരിയെയും ശരത് പവാറിനെയും എല്ലാം കണ്ടിരുന്നു. ഇതിന്റെ ഭാഗമായി അവരുമായി വളരെ ആരോഗ്യപരമായ ഒരു ചർച്ച തന്നെയാണ് അദ്ദേഹം നടത്തിയത്. ദേവിക, BJP സർക്കാരിനെ താഴെയിറക്കാൻ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തീരുമാനവുമായി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ ഐക്യം അത് നേടുക എന്നതാണ് ഈ ഒരു പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം. അതിന് കോൺഗ്രസും ആർജെഡിയും ജെഡിയുവും ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു.